പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം ശാന്തി പ്രത്യാശയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുഖത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് വയ്യനത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദീർഘസ്ഥല പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴിന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നീക്കും. സർവാധിപനാം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. യേശുനാഥാ, വിനയമോടെ നീണമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോന്നതമോ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവേ, ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദുരിതം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോട് ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന 18-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. മാമറോയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹാം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്നും എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റി താണ് അവരെ വണങ്ങി. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നിൽ സംപ്രീതനായിരിക്കുന്നെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കാലു കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ. മരത്തണലിലിരുന്ന് വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം. വിശപ്പകറ്റിയിട്ട് യാത്ര തുടരാം. നീ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു. അബ്രാഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറയോട് പറഞ്ഞു, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. അവൻ ഓടിച്ചെന്ന് കാലിക്കൂട്ടിൽ നിന്നും കൊഴുത്ത ഒരു ഇളം കാളയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രാഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂരിയിറച്ചിയും അവരുടെ മുൻപിൽ വിളമ്പി. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കെ അവൻ മരത്തണലിലിരുന്ന് അവരെ പരിചരിച്ചു കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തകാലത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. ദൈവമായ കർത്താവിനെ സ്തുതി.
സർവജ്ഞനായ ഭരണകർത്താവൻ തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത് വിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. വിജാതീയരുടെ അപ്പസ്തോലൻ, ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുൻപ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാഗുക്കളുമാണ്. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖജ്ഞാനം വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിന് അനുസൃതമാണ്. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയവേദ അനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തൻ മധുവായി ഞാനതൊഴുക്കിടട്ടെ. മനോഗ്രപൂരിത കവിത തൂലിക പോലിന്നാവിപ്പോ താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1 57 മുതലുള്ള തിരുവചനങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു.
8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവനൊരു എഴുത്ത് പലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായി തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്തുമസിനോട് നമ്മൾ അടുക്കുകയാണ്. ഇന്ന് സ്നാപയോഹന്നാന്റെ ജനനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. സക്കറിയായ്ക്കും വൃദ്ധരായ ദമ്പതികളായ സക്കറിയായ്ക്കും എലിസബത്തിനും ഒരു മകൻ ജനിച്ച് ആ മകൻ്റെ ജനനത്തിൽ അവരും അവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു സന്ദർഭമാണ് ഇന്നത്തെ ഈ സുവിശേഷം. ഒരു മകൻ്റെ ജനനം അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജനനം അതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും ഒരു കുടുംബത്തെ സംബന്ധിച്ചും അതൊരു വലിയ ഒരു അനുഗ്രഹമാണ്, സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരും മെനക്കെടുന്നില്ല. കല്യാണം കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. കാരണം നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തമ്പുരാൻ നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊന്നും ഉണ്ടാവണില്ല, കുഞ്ഞുങ്ങളുണ്ടാവാനും ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് നവദമ്പതിമാരോട് ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ പറയുന്നില്ല ഒരു 3 വർഷം കഴിയട്ടെ, ഒരു 2 വർഷം കഴിയട്ടെ, അങ്ങനെയൊന്നും ആരും ഇപ്പോൾ പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. ഉടനെ കുഞ്ഞുങ്ങളുണ്ടാവാനാണ് എല്ലാ യങ് കപ്പിൾസിനും താല്പര്യം. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുക അതൊരു സന്തോഷകരമായ കാര്യമാണ്. കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യം കേൾക്കേണ്ടി വരുന്നത് വിശേഷമൊന്നും ആയില്ലേ എന്നാണ്. 1 വർഷമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ കാരണവന്മാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങും, വിശേഷമൊന്നും ആയില്ലേ. അതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ എല്ലാവർക്കും ഒരു ബോധ്യവും ഒരു തിരിച്ചറിവൊക്കെ വന്നു തുടങ്ങി. കാരണം അധികം നീട്ടിവെക്കാതെ കുഞ്ഞുങ്ങളുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യമെന്നത്. ചിലപ്പോൾ ചിലർക്ക് വൈകാം, ചിലർക്കൊക്കെ സമയമെടുക്കാം, ചിലർക്ക് ഉണ്ടായിക്കൂടുന്നുമില്ല. അതൊക്കെ നമുക്ക് ഒന്നും അതിന് ഉത്തരം പറയാനില്ല. ചില കാര്യങ്ങളിൽ അങ്ങനെയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്. അപ്പോൾ വൃദ്ധരായിട്ടുള്ള ദമ്പതികൾക്ക് പോലും കുഞ്ഞുണ്ടാകുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു പരിപാലന തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമുദായവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ 3-ൽ കൂടുതൽ കുട്ടികളെ ആഗ്രഹിക്കണം. 3 പോലും ഇന്ന് വളരെ ചുരുക്കമാണ്. 2-ലൊക്കെയാണ് പലതും ഒതുങ്ങുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ ഒരു നിലയിലേക്ക് എത്തിക്കാനും എന്ന് പറയുന്നതൊക്കെ വലിയൊരു പാടുള്ള കാര്യമാണ്. അത് അച്ഛൻ അറിയാണ്ടല്ല. പക്ഷെ എങ്കിലും നമ്മുടെ സമുദായത്തെ സംബന്ധിച്ച് വലിയ ഗണ്യമായ ഒരു കുറവ് കൃത്യമായി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ സമുദായത്തിൻ്റെ ശക്തി, നമ്മുടെ കെട്ടുറപ്പ്, നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് മാനുഷിക ബലമാണ്. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ഇന്ന് ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ പോപ്പുലേഷനാണ്.
പോപ്പുലേഷൻ കുറവുള്ള രാജ്യങ്ങൾ മുഴുവൻ പോപ്പുലേഷൻ കൂട്ടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ലോകത്തിൻ്റെ ജനസംഖ്യ കുറയ്ക്കണമെന്ന് ലോകരാജ്യങ്ങൾ ആലോചിച്ചപ്പോൾ ഇന്നത് നേരെ തിരിച്ചാണ്. കാരണം മാനുഷിക സമ്പത്ത് അത് വലിയ ഒരു സമ്പത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മക്കളുണ്ടാകുമ്പോൾ അതൊരു സമ്പത്ത് തന്നെയാണ്. അല്പം അരമുറുക്കിയാണെങ്കിലും കഷ്ടപ്പെട്ടാണെങ്കിലും കൊച്ചുമക്കളെ വളർത്തി പഠിപ്പിച്ച് അവരൊരു നിലയിലാക്കി കഴിയുമ്പോൾ പിന്നെ അവർ വളരാൻ തുടങ്ങും. അത് കുടുംബത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? 2 മക്കൾ മതി എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതൊരു സമ്പത്തിൻ്റെ കുറവ് തന്നെയാണ്. ചിലപ്പോൾ ചിലതൊക്കെ തലതിരിഞ്ഞ് പോകാം, ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ തലതിരിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾ മാറുന്നത്. ഞാൻ നമ്മുടെ ഇടയിൽ തന്നെ പല കുട്ടികളോടും ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? പലരും 2 മാസം, 3 മാസം, 4 മാസം. കുർബാന സ്വീകരണം കഴിഞ്ഞ് അധികമാകാത്ത കുട്ടികൾ പോലും കുമ്പസാരിച്ചിട്ട് മാസങ്ങളായി. ഞാനിവിടെ വന്നിട്ട് ഇത്രയും നാളുകളായല്ലോ. എനിക്കറിയാം കുട്ടികളും അവരുടെ പാരൻസും അവരുടെ കുടുംബവും. ഞാൻ ആ കുട്ടികളുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോഴും അവരുടെ മാതാപിതാക്കളിലേക്ക് നോക്കുമ്പോഴും അവരും കുമ്പസാരിച്ചിട്ട് കുറേ നാളുകളായി. ചിലപ്പോൾ ചില വീടുകളിൽ ജപമാല പോലും ചെല്ലുന്നില്ല, കുടുംബ പ്രാർത്ഥന പോലും ചെല്ലുന്നില്ല. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ മക്കളെ നമ്മൾ ആത്മീയമായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കുക? ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, നാട്ടുകാർ ചോദിച്ചു, ഈ ശിശു ആരായിത്തീരും? നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ മകൻ, നമ്മുടെ മകൾ എങ്ങനെയായിത്തീരും? കുറച്ചുകൂടി അടുത്ത വരിയിൽ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നു, കർത്താവിൻ്റെ കരം അവനോട് കൂടെയുണ്ടായിരുന്നു. സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ് സ്നാപയോഹന്നാനെ കുറിച്ച്, കർത്താവിൻ്റെ കരം അവനോട് കൂടെയുണ്ടായിരുന്നു. നമ്മുടെ മക്കളെ നയിക്കുന്ന കരം എന്താണ്? നമ്മൾ നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കുന്നുണ്ട്, അവിടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കരം അവിടെയുണ്ടെന്ന്. പക്ഷെ നമ്മുടെ കരം വിശുദ്ധമായ കരമാണോ? യഥാർത്ഥ മാതാപിതാവിൻ്റെ കരമാണോ? യഥാർത്ഥ ആത്മീയമായ സംരക്ഷണം കൊടുക്കുന്ന കരമാണോ? നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ വളർത്തുന്നത് അതേ അവർക്ക് കിട്ടത്തുള്ളൂ. മതബോധനമായാലും പള്ളിയായാലും അതുപോലെ തന്നെ സ്കൂളായാലും അതൊക്കെ സെക്കൻഡറിയാണ്. ഏറ്റവും പ്രാഥമികപരമായ അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്നത് വേറെ എവിടുന്നുമല്ല, അത് അപ്പനും അമ്മയും കൊടുക്കുന്ന ഒരു ആത്മീയ കരത്തിൻ്റെ സംരക്ഷണമാണ്. ഈ ആത്മീയ കരത്തിൻ്റെ സംരക്ഷണം കുറയുന്ന മക്കളിലൊക്കെയും അതിൻ്റെ താളപ്പിഴകളും അതിൻ്റെ അസ്വസ്ഥതകളും നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യഥാർത്ഥ കുടുംബവും യഥാർത്ഥ മാതാപിതാക്കളുമാണ് യഥാർത്ഥ മക്കളുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ളത്. അതൊരു കാഴ്ചപ്പാടാണ് സഹോദരങ്ങളെ. വൃദ്ധരായിട്ടുള്ള ദമ്പതികൾക്ക് സക്കറിയാക്കും എലിസബത്തിനും ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ, നാട്ടുകാർ പറയണമെങ്കിൽ, സക്കറിയായും എലിസബത്തും അങ്ങനെ ജീവിച്ച വ്യക്തികളാണ്. നമ്മുടെ വിശ്വാസത്തോടും ആത്മീയ കാര്യങ്ങളോടൊക്കെ അത്രയേറെ താല്പര്യത്തോടു കൂടി നിന്ന ദമ്പതികളാണവർ. പക്ഷെ ഇന്ന് പലപ്പോഴും യുക്തി കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ പലതും കുറവുകൾ സംഭവിക്കുകയാണ്. അത് തന്നെ നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കതിരിൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങണം. അതിന് നമ്മൾ തന്നെ തയ്യാറാവണം. അല്പം പെയിൻ എടുത്തിട്ടാണെങ്കിലും, എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാതെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ പോകരുത്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞായറാഴ്ച വിശുദ്ധ കുർബാന മുടങ്ങരുത്. എത്ര തിരക്കുകളുണ്ടെങ്കിലും സാധിക്കുന്നിടത്തോളം നമ്മുടെ നോമ്പ്, ഉപവാസങ്ങൾ, കാര്യങ്ങൾ അതെല്ലാം നമ്മൾ പരിശീലിക്കണം. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ വരുന്ന അലംഭാവങ്ങളാണ് കുട്ടികൾ കണ്ടുപിടിക്കുന്നത്. അവരുടെ മുൻപിലിരുന്നു കൊണ്ട് വിശ്വാസത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും വളരെ മോശമായിട്ട് പ്രതികരിക്കരുത്.
കാരണം അവരത് കണ്ടുപിടിക്കുകയാണ്. ചില കുട്ടികൾ പച്ചത്തെറി പറയാറുണ്ട്, കൊച്ചുകുട്ടികൾ. ചില കുട്ടികൾ മോശമായിട്ടുള്ള വാക്കുകൾ പറയാറുണ്ട്. അവർക്കിത് എങ്ങനെ കിട്ടി? അവർക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവരുടെ അപ്പനും അമ്മയും പറഞ്ഞു കേൾക്കുന്നത്, അവരുടെ അപ്പനും അമ്മയും പറഞ്ഞു കേൾക്കുന്നതാണ്. ഈ കാറ്റഗിസം പഠിക്കുന്ന കുട്ടികളോട് പള്ളിയിൽ വരാൻ പറയുമ്പോൾ, കുമ്പസാരിക്കാൻ പറയുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ മനസ്സില്ല. എന്തുകൊണ്ട്? അവരുടെ അപ്പനും അമ്മയും അങ്ങനെയാണ്. അപ്പൊ ദൈവത്തിന്റെ കരമാണോ, ആത്മീയമായ കരത്തിന്റെ സംരക്ഷണമാണോ ഈ കൊച്ചുമക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റെല്ലാം വിമർശനങ്ങൾ മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ മക്കളെ ചേർത്ത് വെക്കാം. നമുക്കൊരു പള്ളിയുണ്ട്, നമുക്കൊരു കുർബാനയുണ്ട്, നമുക്കൊരു വിശുദ്ധ കുമ്പസാരമുണ്ട്, നമുക്കൊരു പ്രാർത്ഥനയുണ്ട്, നമുക്കൊരു ജപമാലയുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രേരക ശക്തി, നമ്മെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി. അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ, ഇന്നത്തെ കാലഘട്ടം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. സാമൂഹ്യപരമായും അതുപോലെ തന്നെ ആത്മീയപരമായും മതപരമായും വലിയ അലംഭാവവും വലിയ മൂല്യശോഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ണും കാതും കൂർപ്പിച്ചിരുന്ന് മറ്റു പല കരങ്ങളും നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ കരം അവരുടെ കൂടെ ഉണ്ടാകണം. നമ്മുടെ ആത്മീയമായ ഒരു കരത്തിൻ്റെ സംരക്ഷണം അവരുടെ കൂടെ ഉണ്ടാകണം. ഇല്ല എങ്കിൽ മറ്റു പല കരങ്ങളും അവരെ ചേർത്ത് പിടിക്കും. എന്നിട്ട് തിരിച്ചറിയുന്ന സമയത്ത് അയ്യോ പത്തേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയിൽ ഈ ഒരു സുവിശേഷം നമുക്ക് നൽകുന്നതൊരു മുന്നറിയിപ്പാണ്. വെറുമൊരു കുഞ്ഞിൻ്റെ ജനനമല്ല, മറിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുഞ്ഞിൻ്റെ ജനനം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വളർച്ച, ദൈവഭയമുള്ള ദൈവസ്നേഹമുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ച. അതാണ് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ മക്കളെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഉയരണം, നമ്മളതനുസരിച്ച് മാറണം. ഈ ക്രിസ്തുമസ് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് നമ്മെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. എവിടെയൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ പറഞ്ഞതിന് പ്രകാരം എവിടെയൊക്കെയാണ് നമ്മൾ പാളിപ്പോയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് നമുക്ക് കുറവുകൾ സംഭവിക്കുന്നത്, തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് തിരുത്താം. എങ്കിലേ നമുക്ക് ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ മക്കളോട് പറയാൻ സാധിക്കുകയുള്ളൂ. വർഷത്തിലൊരിക്കൽ കുമ്പസാരിക്കുന്ന ഒരപ്പൻ എങ്ങനെയാണ് കുർബാന സ്വീകരണം കഴിഞ്ഞ കൊച്ചിനോട് മോനെ നീ മാസത്തിലൊരിക്കൽ പോയി കുമ്പസാരിക്കാൻ പറയാൻ സാധിക്കുക? ചിലപ്പോൾ പേടികൊണ്ടും ചിലപ്പോൾ ഉള്ളിലുള്ള വറ്റിപ്പോകാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതുള്ളത് കൊണ്ടും ആ കൊച്ചു ചിലപ്പോൾ വരാം. കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ അപ്പനോട് പറയും ഞാൻ പൊക്കോളപ്പ. അവൻ ചിലപ്പോൾ പോവില്ല, അവൻ ചിലപ്പോൾ കുമ്പസാരിക്കില്ല. ഇത് സംഭവിക്കുന്ന കാര്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആദ്യം നമ്മളിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം, നമ്മളെ നമുക്കൊന്ന് ശരിയാക്കിയെടുക്കാം, നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാക്കാം. അങ്ങനെ അത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലേക്കും നമുക്ക് പകർന്നു കൊടുക്കാം. അങ്ങനെ നല്ല കുടുംബത്തിൽ നിന്നേ നല്ല മക്കളുണ്ടാകും. നല്ല മക്കളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാവി. അത് കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി. അതുകൊണ്ട് ഉയർന്ന് ചിന്തിക്കാനും ആത്മീയമായി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കട്ടെ. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ
കൃപയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ, നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ, പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനാ, അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദേവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹയുടെ ഓർമ്മയോടുകൂടി വിജയമരിച്ച നീതിമാന്മാരുടെയും മകടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിൽ നിന്നുള്ള സത്യവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു.
ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഈ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ വിഷ്ണുവാൻ അങ്ങേ ശുദ്ധനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു. സമാധാനം
നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗനിവാസികളും മാലാഖവൃന്ദങ്ങളും ക്രൂവന്മാരും ശ്രാപ്പന്മാരും അനവരതം പാടിടുന്നു, അനുസ്യൂതം വാഴ്ത്തിടുന്നു. പരിശുദ്ധൻ പരമശക്തൻ ഉന്നതനായ മഹേശ്വരന് ഹോശാന പാടാം ഹോശാന, വാഴ്ത്തി പാടാം ഹോശാന. പരിശുദ്ധൻ പരമശക്തൻ ഉന്നതനായ മഹേശ്വരന് ഹോശാന പാടാം ഹോശാന, വാഴ്ത്തി പാടാം ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്ന് ചൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സ്തുതിക്കുന്നു ജീവനുമിന്റെ സർവസവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്കും മറാഫിൽ തട്ടിൽ ശ്രേഷ്ഠമെത്രാബലിതാക്കും മറാൻ ക്രൂസ്മെത്രാബലിതാക്കും മാർ പോളിമെത്രാനും പുരോഹിതമാർ ശംശാനമർ സമർപ്പിത അൽമായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്നിസ്ഥർ വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലനുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാവരും ഈശോർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു ജീവനുമിൻ
കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ വൃദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏൽപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനു വിധവനോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ലൈംഗികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശുതൻ ശിഷ്യരെ അറിയിച്ച ദൂരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമ തന്യ സ്നേഹമൊടിന്നെ കൈക്കൊള്ളൂ. ഇന്നിൽ നിത്യം ജീവിക്കും, നേടുമതും സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെയും നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അന്യതാർന്നുള്ളവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവും മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായി നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.